2 ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഡേ 6, ഡേ 7, ഇന്ന് 8ാമത്തെ ദിവസമാണ് എൻ്റെ 2 ആഴ്ചത്തെ കട്ടിൽ. സൺഡേ എൻ്റെ ഫീഡിങ് ഡേ ആണ്. സോ എൻ്റെ ടിപ്പിക്കൽ ഫുഡൊന്നും അതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. ഇഷ്ടമുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു ദിവസമാണ് എൻ്റെ ഫീഡിങ് ഡേ. അപ്പോൾ 14 ദിവസത്തിലെ 2 ദിവസം എൻ്റെ ഫീഡിങ് ഡേ ആയിട്ട് വരും. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ കോഫി കുടിച്ചു, ബ്ലാക്ക് കോഫി ആയിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ഡംപ്ലിങ്സ്, മോമോസ്, ചിക്കൻ സ്റ്റോക്കിൽ വേവിച്ചെടുത്തിട്ടുള്ള മോമോസ്. അത് ഏതാണ്ട് 340 കാലറി, 10 പീസ്, ചെറിയ പീസസാണ്. കണ്ടൻസ്ഡ് മിൽക്ക് 5 ടേബിൾ സ്പൂൺ കഴിച്ചു, 300 കാലറി. പിന്നെ ഞാൻ 4 പീസ് മോച്ചി ഐസ്ക്രീം കഴിച്ചു. ഇവിടെ അതിൻ്റെ കൂട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ കൂട് ഗാർബേജ് കളഞ്ഞു തോന്നുന്നു, അല്ല ഞാൻ കാണിച്ചു തരായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. മോച്ചി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അത് അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. റൈസ് അടിച്ചൊരു പരുവാക്കിയിട്ട് ഈ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഭയങ്കര വൈറലായിട്ട് വന്നിട്ടുള്ള വീഡിയോ. അതാണ് മോച്ചി. സോ ആ മോച്ചിയുടെ കവറിങ് ആണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല മാംഗോ ഐസ്ക്രീം. അത് 4 പീസ് കഴിച്ചു, 250 കാലറി. പിന്നെ 2 മുട്ടയും കഴിച്ചു. 100 ഗ്രാം ബസ്മതി റൈസ് കുക്ക്ഡ് ഇൻ അൺസാൾട്ടഡ് വാട്ടർ, 115 കാലറി. കുക്ക്ഡ് റൈസാണ്. പിന്നെ പോർക്ക് ബെല്ലി, അതിനകത്ത് ഫാറ്റ് ഉണ്ട്, പക്ഷേ ആ ഒരു ഫാറ്റിൻ്റെയും പിന്നെ ആ റൈസിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു സുഖമാണ്. സോ അതുകൊണ്ട് ഇന്ന് എൻ്റെ ഫീഡിങ് ഡേ ആയത്. പൊതുവേ ഞാൻ ഈ സാധനം കഴിക്കാറില്ല, ഞാൻ റൈസ് ഇൻക്ലൂഡ് ചെയ്യാറേ ഇല്ല. പക്ഷേ ഞാൻ അത് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ അത് ഇറക്കാൻ വേണ്ടിയിട്ടൊരു ഡയറ്റ് കോക്കും കുടിച്ചു. അപ്പോൾ അന്നത്തെ എൻ്റെ മൊത്തം കാലറീസ് എന്ന് പറയുന്നത് 1400 കാലറി. TNT ഡംപ്ലിങ്സ്, പോർക്ക് ബെല്ലി, എഗ്സ്. ഓക്കെ, അപ്പോൾ ഈ 2 സാധനമാണ്, TNT ഡംപ്ലിങ്സും പിന്നെ പോർക്ക് ബെല്ലിയാണ് എൻ്റെ അന്നത്തെ ഒരു വലിയ ഫാറ്റിൻ്റെ കോൺട്രിബ്യൂട്ടർ എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സ്റ്റിൽ അത് ഇൻസൈഡ് ടാർഗറ്റാണ്. കാർബാണ് ഞാൻ ഭയങ്കരമായിട്ട് അന്ന് എൻ്റെ കൂടിപ്പോയിട്ടുള്ളത്. ഇപ്പോൾ 8 ദിവസമായി. ഈ 8 ദിവസത്തിലും എനിക്ക് യാതൊരുവിധ ഒരു ആൻസൈറ്റിയോ ജിറ്ററിനെസ്സോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൺഡേയിലേക്ക് വരാം. എന്ന് പറയുമ്പോൾ ഇന്നലെ മൺഡേയിലെ എൻ്റെ കാലറി ഇൻടേക്ക് 1249.5 കാലറീസ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സൺഡേയിൽ ഞാൻ മിസ് ചെയ്തത് എൻ്റെ പ്രധാനപ്പെട്ട ഗോളായിട്ടുള്ള പ്രോട്ടീൻ ടാർഗറ്റ് മിസ് ചെയ്തിട്ടുണ്ട്. 130ഓളം വേണ്ടതിന് ഞാൻ 50 കഴിച്ചിട്ടുള്ളൂ. പകുതിയിലും താഴെ പ്രോട്ടീൻ ഗോളെ ഹിറ്റ് ചെയ്തുള്ളൂ. അവിടെ കുറേ പോയിൻ്റ് ലൂസ് ചെയ്തു. പക്ഷേ നമുക്ക് അടുത്തതിലോട്ട് പോകാം. മൺഡേയിൽ മേ ബി ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഓരോ ദിവസത്തെ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സൺഡേയിലെ കാര്യം എനിക്ക് അതാണ് പറയാനുള്ളത്. സൺഡേ എൻ്റെ ഫീഡിങ് ഡേ ആയിരുന്നു. ഫീൽ റിയലി ഗുഡ്. എൻ്റെ ആവറേജ് കാലറി ഇൻടേക്ക് ഫോർ ദ വീക്ക് ഞാൻ പിന്നെ കാണിക്കാം. എൻ്റെ ആവറേജ് സ്റ്റിൽ ഡെഫിസിറ്റിലാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഗോൾ, ഐ ഡോണ്ട് നോ, ഫോർ സം റീസൺ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ 1000 തന്നെ ഒരു വലിയ നമ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എയിം ചെയ്യുന്നത് ലൈക്ക് 500-600 നിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് മേ ബി ഹ്യൂമൻലി ഇമ്പോസിബിൾ ടു ഗോ ഓൺ ദാറ്റ് ടൈപ്പ് ഓഫ് ഡെഫിസിറ്റ്. അന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 75% ഡെഫിസിറ്റിലേക്ക് പോകും. ഐ ഡോണ്ട് നോ വൈ ഐ തിങ്ക് ലൈക്ക് ദാറ്റ്. പക്ഷേ സ്റ്റിൽ 1000 കാലറീസ് എ ഡേ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഡെഫിസിറ്റാണ്. അപ്പോൾ ഇതാണ് സൺഡേയിലെ എൻ്റെ ഫീഡിങ് ഡേൻ്റെ പരിപാടി. ഒരു ഗിൽറ്റും ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രേവിങ്സ് ഉള്ള ഫുഡുകളുണ്ടെങ്കിൽ അതെല്ലാം കഴിക്കും. എൻ്റെ വെയ്റ്റിൽ നല്ല ഡ്രോപ്പ് ഉണ്ട്. എൻ്റെ വെയ്റ്റ് 167 നിൽക്കുകയാണ് ഇന്ന് ചെക്ക് ചെയ്തതിൽ. അതിൻ്റെ ഞാനൊരു ആപ്പിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ അവസാനം 14th ഡേയിൽ മൊത്തം ആ 14 ദിവസത്തെ ഡാറ്റാ സെറ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി അടുത്ത ദിവസത്തിൻ്റെ അപ്ഡേറ്റുമായിട്ട് മൺഡേ ജനുവരി 26 റിപ്പോർട്ടുമായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഇത് കൂടുതൽ ലെങ്തി ആയി. താങ്ക് യു.